അപ്പോൾ ഇനി PSC ആസ്ഥാനത്തേക്കാണ് പോകുന്നത്. കാരണം അവിടെ PSC നിയമന ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ധാരാളം വാർത്തകളും പ്രതിഷേധങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ന് വളരെ നിർണായകമായ PSC ബോർഡ് യോഗം ചേരുകയാണ്. പരീക്ഷാ ക്രമക്കേടിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെയാണ് യോഗം ചേരുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തോട് സഹകരിക്കണമോ എന്ന കാര്യത്തിൽ നിയമോപദേശം തേടാനുള്ള തീരുമാനം ഇന്നത്തെ യോഗത്തിലുണ്ടാകും. അതേസമയം PSC പരീക്ഷാ തട്ടിപ്പിൽ പരാതിക്കാരുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തുന്നത് ക്രൈംബ്രാഞ്ച് ഇന്ന് തുടങ്ങും. ഇതിനുശേഷമാകും കേസ് രജിസ്റ്റർ ചെയ്യുക. ഇതുവരെ ലഭിച്ച പരാതികളിൽ പ്രാഥമിക പരിശോധന അന്വേഷണ സംഘം പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ വിവരങ്ങൾക്കായി തിരുവനന്തപുരത്തേക്ക് തന്നെ പോകാം. സിജോ വി ജോൺ തുടരുന്നുണ്ട്. സിജോ, അപ്പോൾ ഈ അന്വേഷണവുമായി സഹകരിക്കാതിരിക്കാൻ ഒരു വകുപ്പ് അത് PSCക്ക് മുന്നിലുണ്ടോ? കാരണം അത്തരമൊരു നിയമോപദേശം കൂടി ഇന്നത്തെ യോഗത്തിൽ തേടിയേക്കാം എന്ന് പറയുന്നുണ്ട്. കാരണം വളരെ ഗുരുതരമായ ക്രമക്കേടുകൾ വരുന്നു. അപ്പോൾ PSC അതിനോട് സഹകരിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് മാറി നിൽക്കാനുള്ള ഒരു തീരുമാനമെടുക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു നിയമസാധുത അതിനുണ്ടോ എന്നുള്ളത് കൂടി അറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ പുരോഗതി എങ്ങനെയാണ്? ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രാഥമികമായി ഈ പരാതിക്കാരിൽ നിന്ന് വിവരങ്ങൾ തേടിയിരുന്നു. ഇന്നു മുതൽ അതിൽ വിശദമായ മൊഴി രേഖപ്പെടുത്തലിലേക്ക് കടക്കും. ഏകദേശം 14 പരാതികളാണ് വിജിലൻസിന് മാത്രം കിട്ടിയിരിക്കുന്നത്. ഈ പരാതികളല്ലാതെ മാധ്യമങ്ങളിലൂടെയും ചില വാർത്തകൾ വന്നിരുന്നു, ചില നിയമനവുമായി ബന്ധപ്പെട്ട്, വലിയ പരീക്ഷയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ക്രൈംബ്രാഞ്ച് സംഘം പരിശോധിക്കുകയാണ്. ഇതിൽ നിന്ന് കുറച്ച് പരാതികൾ ക്രോഡീകരിച്ചെടുത്തിട്ടുണ്ട്. അതിനൊരു പ്രയോറിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് കൃത്യമായ തെളിവുകളുണ്ട് എന്ന് തോന്നുന്ന ചില പരാതികളിലേക്കാണ് ആദ്യം പോകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പരാതിക്കാരിൽ നിന്ന് വിശദമായ മൊഴി രേഖപ്പെടുത്തുന്നത്. ഇന്നു മുതൽ അത് തുടങ്ങും. ഈ മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷമായിരിക്കും അന്വേഷണ സംഘം ഇതിൽ FIR രജിസ്റ്റർ ചെയ്യുക. കാരണം അതിന്റെ ഒരു മെറിറ്റ് നോക്കിയിട്ടാണ്. കൃത്യമായ തെളിവുകളില്ല എന്നുണ്ടെങ്കിൽ FIR രജിസ്റ്റർ ചെയ്താൽ അത് നിലനിൽക്കില്ല എന്നറിയാം. അതുകൊണ്ടാണ് അത്തരം നടപടികളിലേക്ക് പോവുക. അതിനുശേഷമായിരിക്കും ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് PSCക്ക് കത്ത് നൽകുക. ഇനി PSC ഇതിനോട് എന്ത് സമീപനം സ്വീകരിക്കും എന്നുള്ളതാണ്. നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ അന്വേഷണത്തോട് സഹകരിക്കാം എന്നുള്ള നിലപാടായിരിക്കും PSC എടുക്കുക. കാരണം ഇത് നിസ്സഹകരണം തുടർന്നാൽ 2 തരത്തിലുള്ള തിരിച്ചടിയാണ് PSCയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുക. കാരണം വ്യാപകമായിട്ടുള്ള വിമർശനമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. കാരണം വലിയ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. അപ്പോൾ മുഖം തിരിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ഇത് പൊതുസമൂഹത്തിന് മുന്നിൽ തന്നെ PSCയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യപ്പെടും. അത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കും എന്നുള്ളൊരു കണക്കൂട്ടൽ ഒന്നാമതുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ രേഖകൾ നൽകിയില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ക്രൈംബ്രാഞ്ച് കോടതിയെ സമീപിക്കും. കോടതിയുടെ ഭാഗത്തു നിന്നും തിരിച്ചടിയേക്കാനുള്ള സാധ്യതയുണ്ട്. ഈ 2 സാധ്യതകൾ കണക്കിലെടുത്താണ് അന്വേഷണവുമായി സഹകരിക്കാം, രേഖകൾ നൽകാം എന്നുള്ള നിലപാടിലേക്ക് വരിക. പക്ഷെ അവിടെയും ഒരു പ്രശ്നമുണ്ട്. ഏതെല്ലാം രേഖകൾ നൽകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അന്വേഷണ സംഘം ആദ്യമേ ആവശ്യപ്പെടുന്നത് പോലെ എന്നാൽ നിങ്ങൾ രേഖകൾ മുഴുവൻ എടുത്തുകൊണ്ട് പൊക്കോളൂ ഒന്നും എന്തായാലും PSC നിലപാട് സ്വീകരിക്കില്ല. കാരണം ചില പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടെന്നുള്ളത് അതിന് നേതൃത്വം നൽകിയ ആളുകൾക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ കുറച്ച് രേഖകൾ നൽകും, മറ്റു രേഖകൾ ഒരുപക്ഷെ ഹോൾഡ് ചെയ്ത് ഒക്കെ നിൽക്കും. അപ്പോൾ എന്തായാലും ചിലപ്പോൾ നിയമ പോരാട്ടത്തിലേക്കൊക്കെ പോകാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ തള്ളിക്കളയാനാവില്ല. പക്ഷേ ഒരു ഏറ്റുമുട്ടൽ അന്വേഷണ സംഘവുമായി വേണ്ട എന്ന നിലപാടായിരിക്കും PSC ഇന്ന് സ്വീകരിക്കുകയും ചെയ്യുക.